നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. അമേരിക്കയിൽ ഏകനായി എത്തിച്ചേർന്നിട്ട് ലോകത്തെ പിടിച്ചുകുലുക്കി സ്വാമി വിവേകാനന്ദൻ. ലോക ചരിത്രത്തിന് ഒരു പുതിയൊരു ദിശ ഉണരുകയായിരുന്നു. അപ്പോൾ അമേരിക്കയിലെ സഹോദരീ സഹോദരന്മാരെ എന്നുള്ള ആ ഒരൊറ്റ സംബോധന കൊണ്ട് തന്നെ അദ്ദേഹം ആധ്യാത്മികതയുടെ തീവ്രപ്രഭയെ ലോകത്തിന്റെ മുഴുവൻ ഹൃദയങ്ങൾക്കുള്ളിലേക്ക് പ്രസരിപ്പിച്ചു. ആഞ്ജനേയൻ ത്രേതായുഗത്തിൽ എന്താണോ ചെയ്തത് അതേ പ്രകാരത്തില് സ്വാമി വിവേകാനന്ദൻ ഈ യുഗത്തിൽ നമ്മുടെ കൺമുന്നിൽ വച്ച് ചെയ്തു. ആഞ്ജനേയ കഥ പരമസത്യമാണ് എന്ന് വിവേകാനന്ദന്റെ ആ ചരിത്രം നമുക്ക് തെളിവ് നൽകുന്നു. ഇതൊന്നും കെട്ടുകഥകളല്ല. മഹാത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള കരുത്ത് വരുന്നത് ഉള്ളിലുള്ളതായ ശക്തി ചൈതന്യത്തെ ഉണർത്തുമ്പോഴാണ്. അതിനുള്ളതായ മാർഗമാണ് ഇവിടെ ഈ കഥയിലൂടെ വ്യാസൻ നമുക്ക് കേൾപ്പിച്ചു തരുന്നത്. മനസ്സിന്റെ ആ കരുത്ത്, മനസ്സിന്റെ ശക്തി, അത് നമ്മുടെ ഉള്ളിൽ ഉണരണം. അപ്പോൾ ഈ ധനുരത്നം കയ്യിൽ വരും. അർജുനന്റെ കയ്യിലേക്ക് ഈ ശ്രേഷ്ഠമായ വില്ലിനെ അഗ്നി ഭഗവാൻ വരുണനിൽ നിന്ന് വാങ്ങി നൽകി. എങ്ങനെയുള്ള ധനു അത് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. തദ് അദ്ഭുതം മഹാവീര്യം. അത്ഭുതകരമാണ് ആ വില്ല്. ഈ ലോകത്ത് ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്തതായ മഹത്തരങ്ങളായ കാര്യങ്ങൾ അത് ഭംഗിയായിട്ട് അനായാസമായി ചെയ്യും. വലിയ കരുത്തോടുകൂടിയതാണ് മഹാവീര്യം. വലിയ കരുത്തോടുകൂടിയതാണ്, ശക്തിയോടുകൂടിയതാണ്, സാമർഥ്യത്തോടു കൂടിയതാണ് ആ വില്ല്. പിന്നെയോ യശ കീർത്തി വിവർദ്ധനം. ആ വില്ല് ആരിലാണോ നിലനിൽക്കുന്നത്, ആർക്ക് വേണമെങ്കിലും തന്റെ ഉള്ളിലിരിക്കുന്ന ആ വില്ലിനെ ഉണർത്താം, അതിനെ പ്രയോഗക്ഷമമാക്കാം. എല്ലാവരിലും ഉണ്ട് ഈ വില്ല്. പക്ഷേ നാം അത് മറന്നു നടക്കുന്നു. അങ്ങനെ നാം അതിനെ ഉണർത്തിക്കഴിഞ്ഞാലോ അത് ആ വ്യക്തിയുടെ യശസ്സിനെ വർദ്ധിപ്പിക്കും, ആ വ്യക്തിയുടെ കീർത്തിയെ വർദ്ധിപ്പിക്കും. യാതൊരു സംശയവുമില്ല. സ്വാമി വിവേകാനന്ദനെ ലോകം അറിയുന്നത് എന്തുകൊണ്ട്? ഈ ചൈതന്യത്തെ ഉണർത്തിയതുകൊണ്ടാണ്. ബംഗാളിൽ ജനിച്ച നമ്മെപ്പോലുള്ളൊരു മനുഷ്യൻ, പക്ഷെ അദ്ദേഹം ലോകത്തെ പിടിച്ചു കുലുക്കി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കി. ഇന്നും അദ്ദേഹത്തിന്റെ ചിന്താപദ്ധതിയിൽ കൂടിയാണ് നമുക്ക് മുന്നേറാൻ സാധിക്കുന്നത്. ശാന്തിയുടെ പരമമായ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി പരമശാന്തിയുടെ മാർഗവും ലക്ഷ്യവും അദ്ദേഹം തന്നെ കാട്ടിത്തന്നു. അതിനുള്ള കരുത്തും തന്നു. ഈ കരുത്ത് എങ്ങനെ അദ്ദേഹത്തിന് വന്നു? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ പടക്കപ്പലുകൾക്കും അവരുടെ വലിയ യുദ്ധവിമാനങ്ങൾക്കും അവരുടെ പീരങ്കികൾക്കും അവരുടെ അക്ഷൗഹിണികൾക്കും, ബറ്റാലിയനുകൾ എന്ന് പറയും, ആ പേരാണല്ലോ അവരുപയോഗിക്കുക. അതിനൊന്നിനും സാധിക്കാത്തതായ കാര്യം ഈ ചെറുപ്പക്കാരൻ, ഭാരതത്തിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൻ, അന്നൊരു അടിമരാജ്യമായിരുന്നു ഭാരതം. അവരുടെ കണ്ണില് വളരെ മോശമായിട്ടുള്ള ഒരു നാട്. അവർക്ക്, യൂറോപ്യന്മാർക്ക്, വെറും പാമ്പാട്ടികളും അങ്ങനെ കുരങ്ങിനെ കളിപ്പിക്കുന്നവരും വിവരമില്ലാത്തവരും വസിക്കുന്ന നാട്. ഭാരതീയരെ കുറിച്ചുള്ള അവരുടെ ധാരണ, അവിടെ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ധാരണ ഏതാണ്? ആ നാട്ടിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരൻ ഭാരതം എന്താണ്, ഭാരതത്തിലെ യുവാക്കൾ ആരാണ്, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ആരാണ് എന്നവർക്ക് തെളിയിച്ചു കൊടുത്തു. അതുവരെ ഭാരതത്തെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന
ആ തെറ്റായ കഥകൾ പൊള്ളയാണ് എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഇതാണ് ഭാരതത്തിന്റെ കരുത്ത്. അദ്ദേഹം ലോകത്തെ പിടിച്ചു കുലുക്കി. ആ സാമ്രാജ്യം തകർന്നു വീണു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു 50 വർഷം ചെല്ലുമ്പോൾ ഭാരതം സ്വതന്ത്രമാകും, ലോകം സ്വതന്ത്രമാകും. വീണ്ടും ഒരു 50 വർഷം ചെല്ലുമ്പോൾ ഭാരതം ലോകത്തിന്റെ നെറുകയിലെത്തും എന്ന്. ഭാരതം എന്തിന് ലോകത്തിന്റെ നെറുകയിലെത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന് മുഴുവൻ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അനുഗ്രഹത്തെ പകരുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഭാരതത്തിന്റെ സന്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ഭാരതം ലക്ഷക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്നത്, ഇനിയും നിലനിൽക്കാൻ പോകുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ഇത്രയേറെ കരുത്തോടുകൂടി അദ്ദേഹം അത് പറഞ്ഞു. അത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. നാം അത് നേരിട്ട് കാണുന്നു. ഇതൊരു പഴങ്കഥയല്ല, നാം നേരിട്ട് കാണുന്ന കഥ. എങ്ങനെയാ സാമ്രാജ്യം താഴെ വീണു, നേരിട്ട് ചിന്തിച്ചുകൊള്ളൂ. അതാണ് ഉള്ളിലുള്ളതായ കരുത്തിനെ പ്രോജ്വലിപ്പിച്ചാൽ ആരിലും വന്നു ചേരുന്നത്. അങ്ങനെയുള്ള അനേകം മഹാത്മാക്കളെ, ലോക ചരിത്രം തിരുത്തിയ മഹാത്മാക്കളെ, ഭാരത ചരിത്രം തിരുത്തിയ മഹാത്മാക്കളെ നമുക്ക് ഈ ലോക ചരിത്രവും ഭാരത ചരിത്രവും ഒക്കെ മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ യുദ്ധങ്ങളുടെ കഥകൾ മാത്രമായിട്ട് ചരിത്രത്തെ ചുരുക്കി വച്ചിരിക്കുന്നു. ചരിത്രം യഥാർത്ഥത്തിൽ യുദ്ധങ്ങളുടെ കഥ മാത്രമായി വരുന്നത് പടിഞ്ഞാറൻ സങ്കല്പത്തിലാണ്. ഭാരതത്തിന്റെ ചരിത്രം യുദ്ധത്തിന്റെ ചരിത്രമല്ല. യുദ്ധങ്ങളെയെല്ലാം കീഴമർത്തിക്കൊണ്ട് ധർമ്മവിജയത്തിന്റെ ചരിത്രമാണ് ഭാരതത്തിന്റെ ചരിത്രം. അതാണ് രാമായണത്തിലും മഹാഭാരതത്തിലും പുരാണങ്ങളിലും വരച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നത്. യുദ്ധങ്ങൾ അതിനകത്തുണ്ട്, പക്ഷേ യുദ്ധത്തിനല്ല പ്രാധാന്യം. ആ യുദ്ധങ്ങളെല്ലാം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ, ആസുരീ ശക്തികളെ കീഴ്പ്പെടുത്താൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് മാത്രം നിർവഹിക്കപ്പെട്ടത്. ലോകത്തിലെല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും നൽകാൻ വേണ്ടിയിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ജീവിതം, ആ രീതിയിലുള്ളതായ ഉപാസനാ പദ്ധതി, അതാണ് ഭാരതത്തിന്റെ മഹാസന്ദേശം. അത് സ്വാമി വിവേകാനന്ദൻ അവിടെ വെച്ച് നൽകി. ഇന്ന് ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നു. പക്ഷേ ഇപ്പോഴും കോളനി വാഴ്ചയുടെ മനസ്സുമായി നടക്കുന്ന ഒരു കൂട്ടം പാശ്ചാത്യ ലോകങ്ങളിലെ ഭരണാധിപന്മാര് പഴയ മാർഗത്തിലൂടെ, യുദ്ധങ്ങളുടെ മാർഗത്തിലൂടെ ചരിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അവരിലെല്ലാം പണ്ടത്തെ പോലെ സ്വാതന്ത്ര്യമില്ല, അവരിലെല്ലാം നിയന്ത്രണം വന്നിട്ടുണ്ട്. ആളുകളുടെ ശക്തമായ ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള അഭിപ്രായം എല്ലാ യുദ്ധ പരിശ്രമങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങി. അത് പൂർണ്ണമായ ശാന്തിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരും. അതിന് തുടക്കം കുറിച്ചുകൊണ്ട്, ഈ യുഗത്തിൽ തുടക്കം കുറിച്ചുകൊണ്ട് ലോകത്തിന്റെ മനസ്സിനെ പിടിച്ചുകുലുക്കിയത് ഈ യുഗത്തിലെ ആഞ്ജനേയനായിരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നയാ പൈസ ഉണ്ടായിരുന്നില്ല. ഏറെക്കാലം അദ്ദേഹം പട്ടിണി കിടന്നിട്ടുണ്ട്. ആഴ്ചകളോളം തുടർച്ചയായിട്ട് പലപ്പോഴും അനേക തവണ പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെ പട്ടിണി കിടന്ന് ലോകത്തിനു വേണ്ടി സർവസ്വവും സമർപ്പിച്ച ആ മനുഷ്യന്റെ കരുത്ത് ഈ പ്രപഞ്ചത്തിൽ ആർക്കുമില്ല. കാരണം ഉള്ളിലുള്ള ഗാന്ധീവത്തെ അദ്ദേഹം വിളിച്ച് ഉണർത്തി. അതാണ് തദദ്ഭുതം. ആ ഗാന്ധീവം അദ്ഭുത കർമ്മങ്ങൾ ചെയ്യുന്ന അദ്ഭുതകരമായിട്ടുള്ള ഉപകരണമാണ്. ഈ ഉപകരണത്തെ നമുക്ക് മുണ്ടകോപനിഷത്തിൽ കാണാം. ഇതിനു പലതവണ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഒരവസരത്തിൽ വീണ്ടും അത് കേൾപ്പിക്കാം. അത് എല്ലാവർക്കും അറിയാം, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. പ്രണവോ ധനു എന്നുള്ളതായ മന്ത്രം. അങ്ങനെ ഓങ്കാരമാണ് ഈ വില്ല്. അതാണ് അദ്ഭുതകരമാണ്. അതിന്റെ കരുത്ത് ലോകത്തിൽ ഒന്നിനുമില്ല, ഒരു ആറ്റം ബോംബിനുമില്ല. അതിന്റെ കരുത്ത് തദദ്ഭുതം മഹാവീര്യം യശകീർത്തി വിവർദ്ധനം. യശസ്സിനെയും കീർത്തിയെയും വർദ്ധിപ്പിക്കുന്നതായിരിക്കുന്ന ആ ആയുധം, ആ ഗാന്ധീവം, അത് അർജുനന് അഗ്നിഭഗവാൻ നൽകി. സർവായുധ മഹാമാത്രം സർവശസ്ത്രൈരനാധൃഷ്യം. ഈ ലോകത്തിൽ ഏതൊക്കെ ആയുധങ്ങളാണ് ഉള്ളത്, ആ ആയുധങ്ങൾക്കൊന്നിനും ഈ ഗാന്ധീവത്തെ കീഴ്പ്പെടുത്താനാവില്ല. അങ്ങനെ
ഒരു ആയുധത്തിനും പരാജയപ്പെടുത്താൻ കഴിയാത്ത അത്രയേറെ കരുത്തുറ്റതായ ആയുധമാണത്. ആ വില്ല് സർവശസ്ത്ര പ്രമാധിച്ച. ഈ ഗാണ്ഡീവത്തെ കീഴ്പ്പെടുത്താൻ വേറൊരു ആയുധത്തിനും കഴിവില്ലെന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ വേറെ ഏതൊക്കെ ആയുധങ്ങളാണോ പലരാലും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, ആ ആയുധങ്ങളെയെല്ലാം തകർത്തെറിയുന്നതാണ് ഈ ഗാണ്ഡീവം. ഏത് രീതിയിലുള്ള പുതുമയാർന്ന ആയുധത്തെയും തകർത്തെറിയാൻ ഈ ഗാണ്ഡീവത്തിന് സാധിക്കും. ഓങ്കാരത്തിന്റെ ശ്രദ്ധാപൂർണമായ ആ ഉപാസനയിൽ സകല ന്യൂട്രോൺ ബോംബുകളും പൂർണ്ണമായിട്ടും അസ്തമിച്ചു പോകും. അതാണ് അതിന്റെ കരുത്ത്. സർവശസ്ത്രൈരനാധൃഷ്യം സർവശസ്ത്രപ്രമാധിച്ച സർവായുധ മഹാമാത്രം പരസൈന്യ പ്രദർശനം. ഈ ഗാണ്ഡീവം എന്നുള്ളതായി ഈ വില്ലുണ്ടല്ലോ, മറ്റ് ഏതൊരു ആയുധത്തെക്കാളും വലിപ്പമുള്ളതാണ്. ഓങ്കാരം ഏറ്റവും വലിപ്പമുള്ള ആയുധമാണ്. അതാണ് ആദിമ മന്ത്രം. അതിലാണ് ഈ ലോകം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയതായി ഈ ലോകം ഉണ്ടായി നിലനിൽക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാനാവില്ല, അത്ര വിപുലമാണ്. അതിൻ്റെ അർജുനന്റെ കയ്യിലിരിക്കുന്ന, അർജുനൻ ഉണർത്തിയെടുത്തിരിക്കുന്ന തൻ്റെ ഉള്ളിലുള്ള ആ ഓങ്കാരമാകുന്ന ആ ഗാണ്ഡീവം, അത് ഈ ലോകത്തിലുള്ള എല്ലാ ആയുധങ്ങളെക്കാളും വലിപ്പമേറിയതാണ്, മഹാത്മ്യമേറിയതാണ്, ആകർഷകമാണ്. അതേപോലെ തന്നെ പരസൈന്യങ്ങളെ മുഴുവൻ, ശത്രു സൈന്യങ്ങളെ മുഴുവൻ പ്രദർശനം, തോൽപ്പിച്ച് ഓടിക്കുന്നതാണ്, തകർത്തെറിയുന്നതാണ്. അത്ര കണ്ട് കരുത്തുറ്റതാണ് അത്. ഏകം ശതസഹസ്രേണ സംവിധം രാഷ്ട്രവർദ്ധനം. ഈ ഒരു വില്ല്, ഗാണ്ഡീവം ഒന്നേ ഉള്ളൂ, ഈ ഏകമായ വില്ല് ശതസഹസ്രേണ സംവിധം 1,00,000 വില്ലുകൾക്ക് തുല്യമാണ് എന്നറിഞ്ഞുകൊള്ളണം. മറ്റ് വില്ലുകളൊന്നും ഇതിന്റെ അടുത്ത് വരില്ല. 1,00,000 വില്ലുകൾ ഒരുമിച്ച് കൂട്ടി വച്ചാലും ഗാണ്ഡീവത്തിന് ഒപ്പമാകില്ല. അതാണ് ഗാണ്ഡീവത്തിന്റെ മഹിമാനം. രാഷ്ട്രത്തെ വർദ്ധിപ്പിക്കുന്നത്, എല്ലാ പ്രകാരത്തിലും ആളുകൾക്ക് സുഖകരമായി, സന്തോഷകരമായി, തുല്യതയോടുകൂടിയിട്ട് ജീവിക്കുവാനുള്ള സൗകര്യമുണർത്തി ഏതൊരു രാഷ്ട്രത്തെയും വർദ്ധിപ്പിക്കുന്നത്, ലോകം ഒരു കുടുംബമെന്നുള്ളതായ പ്രായോഗികമായ പ്രത്യക്ഷമായ അനുഭവത്തെ നൽകുന്നത്. അങ്ങനെയുള്ളതാണ് ഈ ഗാണ്ഡീവം എന്നറിഞ്ഞുകൊള്ളുക. ദേവദാനവഗന്ധർവൈഹി പൂജിതം ശാശ്വതീ സമാഹ. എത്രയോ ആയിരത്താണ്ടുകളായിട്ട് ദേവന്മാർ ഈ വില്ലിനെ പൂജിക്കുന്നു, യക്ഷന്മാർ ഈ വില്ലിനെ പൂജിക്കുന്നു, ഈ ഗാണ്ഡീവത്തെ. അതേപോലെ തന്നെ ഗന്ധർവന്മാർ ഈ വില്ലിനെ പൂജിക്കുന്നു. എല്ലാവരും പൂജിക്കുന്നത് ഈ വില്ലിനെയാണ്. അങ്ങനെയുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന ഈ വില്ല്, അതിനെ പ്രാതാച്ചൈവ ധനുരത്നം അക്ഷയ്യേച്ച മഹേഷുധി. ആ ധനുരത്നത്തെ, ആ ശ്രേഷ്ഠമായിരിക്കുന്ന വില്ലിനെ വരുണനിൽ നിന്ന് വാങ്ങിച്ചിട്ട് ആ അഗ്നി ഭഗവാൻ അർജുനന്റെ കരങ്ങളിലേക്ക് നൽകി, അവനാഴിയും നൽകി. എന്നിട്ടോ രഥം ച ദിവ്യാശ്വയുജം കപി പ്രവരകേതനം. ദിവ്യങ്ങളായിരിക്കുന്ന അശ്വങ്ങളെ, കുതിരകളെ പൂട്ടിയതായ രഥത്തെ, മഹാത്മ്യമേറിയതായ രഥത്തെ അർജുനന് നൽകി. അതാണ് ആ രഥം നമ്മൾ ചിത്രം വരയ്ക്കുമ്പോഴും ശില്പം ചെയ്യുമ്പോഴും ഭൗതികമായ പദാർത്ഥങ്ങൾ കൊണ്ട്, ഭൗതികമായ നിറക്കൂട്ടുകൾ കൊണ്ടും, ഭൗതികമായ ക്യാൻവാസിൽ നാം വരയ്ക്കും, ഭൗതികമായ പദാർത്ഥങ്ങൾ കൊണ്ട് ശില്പമുണ്ടാക്കും. പക്ഷേ ഇത് ഭൗതികമല്ല, അഭൗതികമാണ്, ഭൗതികാതീതമാണ്, ദിവ്യമാണ്. ആ ദിവ്യമായ രഥത്തെ നമുക്ക് കാണുവാൻ ഈ ഭൗതിക വസ്തുക്കൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ചിത്രവും ശില്പവുമെല്ലാം സഹായമരുളുന്നു. അതാണ് അതിൻ്റെ മഹത്വം, ആ ശില്പങ്ങളുടെ മഹത്വം, ചിത്രങ്ങളുടെ മഹത്വം. അത് കണ്ടിട്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദിവ്യമായിരിക്കുന്ന ആ രഥത്തെ, ആ ഗീതോപദേശ ഘട്ടത്തെ നമുക്ക് പുനഃസൃഷ്ടിക്കുവാനായി സാധിക്കുന്നു. എങ്കിൽ ഗീതോപദേശം നമ്മുടെ ഉള്ളിൽ നടക്കും.
ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഇന്ന് ഹരിയാന സംസ്ഥാനത്തിലുള്ള കുരുക്ഷേത്രം എന്നുള്ള പവിത്രമായ ഭൂമിയിൽ വച്ചാണ് ഗീതോപദേശം നടന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് നടന്ന ആ ഗീത, അന്ന് ഉപദേശിക്കപ്പെട്ടതായ ആ ഗീത വ്യാസഭഗവാൻ നമുക്ക് അതേ പ്രകാരത്തിൽ പകർത്തി തന്നു. അതുകൊണ്ട് നാം അത് അതേ പ്രകാരത്തിൽ കേൾക്കുന്നു, ഉച്ചരിക്കുന്നു, പഠിക്കുന്നു, ഉൾക്കൊള്ളുന്നു. ഇനിയോ ഈ ഗീത അന്ന് നടന്നത് മാത്രമല്ല, ഈ ഗീതോപദേശം എന്നും നടക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന ഈ രഥത്തിലിരുന്ന് ഇതിലെ യാത്രികനായിരിക്കുന്ന നാം ആകുന്ന ജീവാത്മാവിന് ആ പരമാത്മാവാകുന്ന കൃഷ്ണൻ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തി ശരിയായ വഴിയിലൂടെ നമ്മെ നയിച്ചുകൊണ്ട് നമുക്ക് ഉപദേശിക്കുന്നു. ഇതെന്നും നടക്കുന്ന ഉപദേശമാണ്.